ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പച്ച തേങ്ങ അരച്ച് വെക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ 1 മുറി തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു 10-12 ഉണക്ക കുരുമുളകും കൂടെ ഇടാം. ഇനി ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അതും കൂടി ഇതിലിട്ടിടാം. ഇതിനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരഞ്ഞു വന്നിട്ടുണ്ട്. വറ്റ വെട്ടി കഴുകി ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 വറ്റയാണ് ഞാൻ എടുത്തത്. ഇത് അരഞ്ഞു വന്നത് ഇതേപോലെ അരഞ്ഞു വരണം നല്ലതുപോലെ. വറ്റ കറി വെച്ചാൽ കൊള്ളത്തില്ല, രുചിയില്ലെന്നൊക്കെ പറയുന്നത്. ഇതുപോലെ നല്ലതുപോലെ അരഞ്ഞ് കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രുചിയാണ്. പുളിയൊക്കെ ആ മീനിൽ പിടിച്ച് നല്ല രുചിയുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 കഷ്ണം കുടംപുളി എടുക്കാം, 2 പച്ചമുളക്, ഇച്ചിരി ഉള്ളി അരിഞ്ഞത്, 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ചെറിയ ഇഞ്ചി, 2 തക്കാളി, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ലേശം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച കൂട്ടെല്ലാം കൂടെ അതിലോട്ടൊന്നിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരട്ടെ. അതൊന്ന് വഴണ്ട് വരട്ടെ. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇനി നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ലേശം വെള്ളം കൂടെ ഒഴിക്കാം, ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിന് ആവശ്യമായ ഉപ്പ് ഇടാം. ഞാൻ കുടംപുളിയും കൂടി ഇതിലോട്ടിടാം. കറി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. മീനിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ലേശം ഉലുവ പൊട്ടിക്കാം. അതിന് വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്, ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇടാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ലേശം മുളക് പൊടിയും കൂടെ ഇടാം. കരിവേപ്പില ഇട്ട് മീൻ കറിയിലോട്ടൊന്ന് ഒഴിക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം.